ശ്രീ ജോർജ് പടിപ്പാറ, കലാപം ഉണ്ടാക്കുകയാണ്, കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കലാപ ആഹ്വാനം നടത്തുന്നവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പോലീസ് എടുക്കുന്ന നിലപാടിനപ്പുറത്തേക്ക് പോലീസ് നോക്കുകുത്തിയാകുന്നു എന്നതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഈ രീതിയിലാണോ നവകേരള സദസ്സിന്റെ കൊട്ടിക്കലാശം ഉണ്ടാകേണ്ടത്? അതിനുശേഷവും അക്രമം തുടരും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആ ഒരു പ്രസ്താവനയെ കലാപാഹ്വാനമായി താങ്കൾ കാണുന്നുണ്ടോ ശ്രീ ജോർജ് പടിപ്പാറ? അപർണ, ഇതിപ്പോ പരസ്പരം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തുന്നു എന്ന് എത്രയോ ദിവസങ്ങളായിട്ട് ഈ നവകേരള സദസ്സ് തുടങ്ങിയ ആ സമയത്ത് ആദ്യത്തെ കണ്ണൂരിലെ കല്യാശ്ശേരിയിലെ ആദ്യത്തെ മർദ്ദനം മുതൽ ആ മർദ്ദനത്തെ രക്ഷാപ്രവർത്തനം എന്നും ജീവകാരുണ്യ പ്രവർത്തനം എന്നും ഒക്കെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മുതൽ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവില് തിരുവനന്തപുരത്ത് ഏതാണ്ട് നവകേരള സദസ്സിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് 2-3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്വയം പ്രതിരോധം സ്വയരക്ഷാ പ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും പിന്നീട് KSUവിന്റെ DGP ഓഫീസ് മാർച്ചും അവിടെ വലിയ പോലീസുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി. KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും വളരെ അക്രമോത്സുകരായിട്ട് എന്തിനും തയ്യാറായിക്കൊണ്ട് അവർ പ്രതിരോധം തീർക്കുന്ന, അല്ലെങ്കിൽ ആക്രമണം, ആ വാക്ക് ഇൻവെർട്ടർ കൊമയിൽ കൊടുക്കാം, അങ്ങനെ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പൊ ഇതിൽ ആരാണ് കലാപാഹ്വാനം നടത്തിയത്? ആരുടെ കലാപാഹ്വാനമാണ് യഥാർത്ഥത്തിൽ കലാപ ആഹ്വാനം? ഇതൊരു വലിയ ചോദ്യമാണ്. നേരത്തെ എന്റെ സുഹൃത്ത് ജയേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഇത് വളരെ ആപേക്ഷികമാണ്. പക്ഷെ ആ ആപേക്ഷികതയ്ക്കിടയിലും ഒരു സാമാന്യ യുക്തി അനുസരിച്ച് നമുക്ക് എത്തിച്ചേരാവുന്ന ചില നിഗമനങ്ങളുണ്ട്. ആ നിഗമനങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. അതായത് നമ്മൾ ആദ്യം, നവംബറിന്റെ 19 മുമ്പുള്ള ആ ദിവസങ്ങൾ എടുക്കുക. കാസർഗോഡ് നിന്ന് ഈ നവകേരള സദസ്സ് ആരംഭിക്കുന്നു. ആ ദിവസങ്ങളിലൊന്നും നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കുമെന്നല്ലാതെ നവകേരള സദസ്സിനെ തടയുമെന്നോ കരിങ്കൊടി കാണിക്കുമെന്നോ ഒന്നും UDF-ഓ കോൺഗ്രസോ പറഞ്ഞിട്ടില്ല. ആദ്യ ദിവസം ആരും കരിങ്കൊടി കാണിച്ചുമില്ല. മുഖ്യമന്ത്രിയൊക്കെ സുഗമമായിട്ട് തന്നെയാണ് യാത്ര ചെയ്തത്. പക്ഷെ പിന്നീട് കല്യാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് പ്രശ്നം. കല്യാശ്ശേരിയിൽ എത്തിയപ്പോൾ മുൻകൂറായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. എന്തിനായിരുന്നു ആ കരുതൽ തടങ്കൽ എന്നുള്ളതാണ്. കരിങ്കൊടി കാണിക്കുമെന്നോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്നോ വണ്ടിയുടെ മുമ്പിലേക്ക് ചാവേറുകളായി ചാടി വീഴുമെന്നോ ഒന്നും ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ബഹിഷ്കരണത്തിന് അപ്പുറത്ത് ഒരു പ്രതിഷേധത്തെ കുറിച്ചും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ട് ഈ കരുതൽ തടങ്കലിലേക്ക് ആക്കുകയാണ്. അത് കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി മുഖ്യമന്ത്രി എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയുടെ യാത്ര ഏതെങ്കിലും സ്ഥലത്തേക്ക്, ഏതെങ്കിലും മണ്ഡലത്തിലേക്ക്, ഏതെങ്കിലും സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രതിഷേധം ഒഴിവാക്കാനെന്നോണം ആ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെയും അറിയപ്പെടുന്ന യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കളെ പിടിച്ച് അകത്തിടുന്ന ഒരു പണി, ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തുന്ന പണി. ഏതായാലും ആ കല്യാശ്ശേരിയില് ഇതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടിയുമായിട്ട് 4-5 ചെറുപ്പക്കാർ വരുന്നത്. ആ ചെറുപ്പക്കാര് എന്ത് ചെയ്തു? നമ്മൾ കണ്ട കാഴ്ചയാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. ഒരുപാട് തവണ നമ്മൾ കണ്ടതാണ്. ഒരുപാട് തവണ കേരളം അത് സാക്ഷികളായതാണ്. പക്ഷേ ആ അടി നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു വലിയ പരിപാടി, മുഖ്യമന്ത്രിയുടെ വണ്ടി പോകുമ്പോഴേക്ക് ആളുകൾ ചാടി വീഴുന്നു, അവരെ തടുക്കുന്നു, പോലീസ് നീക്കുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഒരുതരം പേപ്പട്ടിയെ തല്ലുന്ന പോലെ തല്ലി, അവര് രക്ഷാപ്രവർത്തനം ഒന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച അതിനകത്ത് അതിൽ പേദ ഒരു വണ്ടിയുടെ മുമ്പിൽ വണ്ടി ഇടിച്ച് ചത്തുപോകുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയല്ലേ തല്ലിക്കളഞ്ഞത്? അതുപോലെയല്ലേ ചെടിച്ചിട്ട് ഉപയോഗിച്ചും ഹെൽമറ്റ് ഉപയോഗിച്ചും കമ്പിയോട് ഉപയോഗിച്ചും. പിന്നെ ചിലരൊക്കെ ബോക്സിംഗ് പരിശീലനം നടത്തുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടു. എന്നെ ഇടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിലൊക്കെ സങ്കടകരമായത് മുഖ്യമന്ത്രിക്ക് അവിടെ വെച്ച് ഒരു സാധാരണ മുഖ്യമന്ത്രി, പക്വതയുള്ള, സംയമനമുള്ള, കുറെ കൂടി മനുഷ്യത്വവും മാനവികതയുമുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വരേണ്ട ഒരു വാക്കല്ല അവിടെ വന്നത്. അത് രക്ഷാപ്രവർത്തനമായിട്ട് ചിത്രീകരിക്കുന്നതിന് പകരം എന്റെ പ്രസക്തമായ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ. ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ സർക്കാർ അവകാശപ്പെടുന്നതും പാർട്ടി അവകാശപ്പെടുന്നതും മുന്നണി അവകാശപ്പെടുന്നതും അത് ഒരു സർക്കാർ പരിപാടിയാണെന്നാണ്. അപ്പൊ ഒരു സർക്കാർ പരിപാടിയാണെങ്കിൽ ആ സർക്കാർ പരിപാടിയുടെ സംരക്ഷണം, അതിൽ പങ്കെടുക്കുന്ന VIPസിനെയും VVIPസിനെയും മന്ത്രിമാരെ, മുഖ്യമന്ത്രി അടങ്ങുന്ന എല്ലാവരെയും സംരക്ഷിക്കേണ്ട ചുമതല, അവരാരെങ്കിലും പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യേണ്ട, അവരെ നീക്കം ചെയ്യേണ്ട, അവരെ അറസ്റ്റ് ചെയ്യേണ്ട, ആ തരം ക്രമസമാധാന പാലനം. അതായത് ശ്രീ ജോർജ് പടിപ്പാറ, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ഗത്യന്തരമില്ലാതെ പറഞ്ഞതാണ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, നവകേരള സദസ്സ് കഴിഞ്ഞാലും ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തും, ഇടത് കാരണം കാണിച്ചാൽ വലത്തെ കവിൾ കാണിക്കും, വലത്തെ കവിളും അടിച്ചാൽ കാരണം അടിച്ചു പൊളിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഗത്യന്തരമില്ലാതായി തിരിച്ചടിക്കാതിരിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു പ്രതിപക്ഷം. അതിനെയാണ് ഈ കലാപാഹ്വാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇടതുപക്ഷം.
അപർണ, നമ്മൾ ആലോചിക്കുന്ന നവംബർ 19 ശേഷം ഏതാണ്ട് ഡിസംബർ 19 കൊല്ലത്ത് വെച്ചിട്ടാണ് ഇവര് തല്ലു കൊള്ളുന്ന പരിപാടി നിർത്തിയിട്ട് ഒരു പ്രത്യാക്രമണത്തിലേക്ക്, ഒരു പ്രതിരോധത്തിലേക്ക് പോയത്. നമുക്കൊരു സാധാരണ മനുഷ്യൻ, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിട്ടോ UDF അനുഭാവിയായിട്ടോ ഒന്നും അല്ല പറയുന്നത്, ഒരു ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂല്, ഒരു സാധാരണ മനുഷ്യന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഗതി കെട്ടാൽ എന്ത് ചെയ്യും? തല്ലുകൊണ്ട് 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 അതിനിടയ്ക്ക് ഡിവൈഎഫ്ഐക്കാരുടെ തല്ല്, പോലീസിന്റെ തല്ല്, ഗവൺമെന്റിന്റെ തല്ല് കനാലിലേക്ക് തള്ളിയിടുന്നു. ഇതൊക്കെ പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ്. അതിൽ ഒരാളെ പോലും ഇങ്ങനെ മർദ്ദിക്കുന്ന ഒരു ഡിവൈഎഫ്ഐക്കാരനെയെങ്കിലും അറസ്റ്റ് ചെയ്തോ? അവന്റെ പേരിൽ കേസ് എടുത്തോ? ഈ പറഞ്ഞ അന്ന് കൊലക്കുറ്റ ഇവിടെ വെച്ചെടുത്ത കല്യാശ്ശേരിയിൽ ഒഴിച്ച് വേറെ എവിടെയാണ് കേസെടുത്ത് വരെയൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് മർദ്ദനം അഴിച്ചു വിടുമ്പോ, അതായത് പോലീസ് എടുക്കേണ്ട ജോലി ഡിവൈഎഫ്ഐക്കാര് സുരക്ഷാ സേനയായിട്ട് ഇറങ്ങി ഇങ്ങനെ തല്ലി നശിപ്പിക്കുമ്പോ അതിനെ ചെറുക്കാനോ അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തൊരു പണിയാണ്, അത് നിങ്ങളുടെ ജോലിയല്ല, അത് പോലീസ് ഉണ്ട്, അവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരു തവണ സംസ്ഥാന സെക്രട്ടറി, ഇന്നിപ്പോ ഈ വലിയ ഇത് പറഞ്ഞ ശ്രീ എം വി ഗോവിന്ദനും അന്ന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും സംയമനത്തോടെ പക്വതയുടെ ഒരു വാണിംഗ് പോലെ, ഇത് ഡിവൈഎഫ്ഐക്കാരുടെ പണിയല്ല, ഇത് SFIക്കാരുടെ പണിയല്ല, ഇത് CPM-കാരുടെ പണിയല്ല, അത് പോലീസ് ചെയ്തോളും, നമ്മൾ നമ്മുടെ ജോലി ചെയ്താൽ മതി, ഈ നവകേരള സദസ്സ് വിജയിപ്പിച്ചാൽ മതി, അതിൽ ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയാൽ മതി എന്നൊരു വാക്ക് തന്റെ ഇടത്തോടെ ഇത്തിരി എന്താ പറയാ ഗൗരവത്തോടെ മുഖ്യമന്ത്രിയോ ശ്രീ എം വി ഗോവിന്ദനോ പറഞ്ഞിരുന്നെങ്കിൽ ഇത് എന്നേ അവസാനിച്ചു പോയനെയാ പറഞ്ഞ. തീർച്ചയായിട്ടും ശ്രീ ജോർജ് മടിപ്പാറ